അസ്സലാമലൈക്കും, വെൽക്കം ടു കിച്ചൺ പലാസോ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ പൊരിയപ്പാണ്. നെയ്യപ്പത്തേക്കാൾ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പക്ഷേ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വലിയ ശർക്കര പീസാക്കിയതാണ് കേട്ടോ. ഇതൊരു 2.5 അച്ച് ശർക്കരയുടെ അത്രയും അളവ് വരും. ശർക്കരപ്പാനി റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് എടുത്തത്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കരിഞ്ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ ക്യുമിൻ സീഡ്സ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, ഇത് മധുരം ബാലൻസ് ചെയ്യാനാണ്, പിന്നെ 1/4 കപ്പ് തേങ്ങ ചിരകിയത് എന്നിവയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കരപ്പാനി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച പൗഡറിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടോടെ തന്നെയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഈ മാവ് നല്ല വെന്ത് കിട്ടും. അപ്പോൾ നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് എത്ര വലിയ സൈസ് ബോളാക്കിയിട്ട് നമ്മൾ ഇട്ടാലും ഇതിൻ്റെ അകം വേവാത്തൊരു പ്രശ്നം വരില്ല. നമ്മളിത് പെട്ടെന്ന് ചൂടോടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എന്നാലും ഇത് നല്ല ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുക. കാരണം നമ്മുടെ ശർക്കരപ്പാനി കുറച്ചല്ലേ ഉള്ളൂ. അപ്പം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് ലൂസാക്കി എടുക്കണം. ഇതാ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾക്ക് കിട്ടണം. നെയ്യപ്പത്തെ പോലെ നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാൻ പറ്റണം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് 1 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെയ്യപ്പൊക്കെ പൊരിക്കുമ്പോൾ പൊങ്ങി വരുന്ന പോലെ ഇതും പൊങ്ങി വന്നത് കണ്ടോ. സത്യം പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പം തന്നെയാണ്. പക്ഷേ നെയ്യപ്പത്തേക്കാൾ ടേസ്റ്റ് ഇതിനാണ്. ഇപ്പം 2 സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം. സെയിം അതേപോലെ തന്നെ 1 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ ഇത് നെയ്യപ്പത്തിൻ്റെ അതേ ആകൃതിയിൽ തന്നെ കിട്ടുമൊന്നുമില്ല കേട്ടോ. അത്ര ഫിനിഷിംഗ് ഒന്നും ഇതിന് ഉണ്ടാവില്ല. പക്ഷേ കഴിക്കാൻ ടേസ്റ്റാണ്. ഇത് നമുക്ക് 4 മണിക്കൊരു പലഹാരമായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ കയറി വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ വീട്ടിലുണ്ടാവുന്ന സാധാരണ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു നെയ്യപ്പത്തെ പോലെ തന്നെ കിട്ടിയത് കണ്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കണം. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.